ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുഴയ്ക്കാതെ പരത്താതെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെജ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മാവ് കുഴയ്ക്കാതെ പരത്താതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മൾ ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചതച്ചത് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. മൈദൻ്റെ ആ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി അതിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മൈദയും പാലും കൂടെ ചേർന്നിട്ട് ഒരു കട്ടിയുള്ളൊരു ബാറ്ററായിട്ട് മാറും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. മൈദയും പാലും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ഒരു ഹാഫ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ വേവിച്ച് വെച്ചേക്കുന്ന ഒരു പൊട്ടറ്റവും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പം വെജ് സ്നാക്കാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചൂടാറിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ക്രംസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ 2 കൈയിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് റെഡിയാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് റെഡിയാക്കിയത്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കടായിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സ്നാക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് 2 പുറവും നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവരും നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.